പപ്പി മെല്ലെ ഉണരരുത്. വിഷ്ണുവിനെ നമുക്ക് ശരിക്കും പെണ്ണാക്കാൻ പറ്റുമോ സത്യേ? പിന്നല്ലാതെ. പെണ്ണാക്കണമെങ്കിൽ കണ്ണെഴുതണ്ടേ? കണ്ണെഴുതണം, ഇതുപോലെ പിരുകം വരയ്ക്കണം, പിന്നെ കബളിലെ മറുക് കുറച്ചുകൂടെ കട്ടിയാക്കണം. അയ്യോ, ലിപ്സ്റ്റിക് ഇട്ടില്ല. മെല്ലെ ഉണരരുത്. ഓക്കെ, ഉണരില്ല. ഇത് മാത്രം പോരാ, മീശയും താടിയും വെട്ടിക്കളയണം. പിന്നെ സാരിയും ബ്ലൗസൊക്കെ ഇരിക്കണ്ടേ? അപ്പൊ വിഷ്ണുസിന് എഴുന്നേക്കും. വിഷ്ണുസിന് അറിയാതെ ഇതൊക്കെ ചെയ്തിട്ട് വിഷ്ണുസിന് എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോഴേ ഞെട്ടിപ്പോകുന്നത്. ഞാൻ പൗഡർ ഇടാം. പപ്പി മെല്ലെ. എന്നാ പിന്നെ ലിപ്സ്റ്റിക്ക് വേഗം ഇടാം. മെല്ലെ, ഉണരരുത് സത്യേ. പപ്പി ഇങ്ങനെയൊക്കെ ചെയ്ത് ആരാന്ന് ചോദിച്ച് പറയരുതേ. ഞാൻ പറയില്ല. പപ്പി, സത്യേ, അമ്മ. ദേ ഭക്ഷണം വന്ന് കഴിച്ചേ. ശോ, നശിപ്പിച്ചു. ശോ, ഇപ്പൊ ഉണരും. നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ദേ ഞാനങ്ങ് കേറി വരണോ? എന്താ ചെയ്യാ? എല്ലാം ഒതുക്കി വെച്ചോ, നമുക്ക് വേഗം താഴേക്ക് എല്ലാം. ഇല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കേറി വരും. നിർത്തോ. സത്യേ, പപ്പി. ഇവന് ബോധം വന്നില്ലേ? ബോധമൊക്കെ വന്നതാ. കള്ളിത്തിരി കിട്ടാൻ മാർഗമുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. വീണ്ടും ചുണ്ടുപിടി കിടന്നു. പച്ചവെള്ളം കൊടുത്തു പോകരുത് ഇവര്. പട്ടിണി കിടക്കട്ടെ. വിശപ്പിന്റെ വിളി എന്താണെന്ന് ഇവൻ അറിയണം. എന്നാലേ അവന്റെ ഉള്ളിലുള്ള സത്യങ്ങൾ പുറത്തു വരൂ. 3 പേരും ഉറങ്ങിക്കളയരുത്. ഇവൻ വേന്ദ്രന. കള്ളന് കഞ്ഞി വെച്ചവെന്ന് പറയാറില്ലേ? അത്തരത്തിലുള്ളൊരു മുതലാണിവൻ. ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാതോ. താനേ വാങ്ങിച്ചതുപോലെ അകത്തിരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, നമുക്ക് 2 അടിക്കാം. നിനക്കപ്പൊ കിട്ടിയതൊന്നും പോരാ അല്ലടാ. നീ അപ്പൊ കള്ളോറക്കം നടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഇവന്റെ അടിയും കൊണ്ട് ഞാൻ തളർന്നു കിടന്നുറങ്ങുകയാണെന്നോ? അതിന് വേലായുധം വേറെ ജനിക്കണം. എടാ, നീ എന്തൊരു മനുഷ്യനാണ്. നിന്റെ മോളെ കല്യാണമായില്ലേ? നീ നിന്ന് നടത്തേണ്ട കല്യാണമല്ലേ? അത് അന്തസ്സായി നിന്ന് നടത്തണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? നീ തന്നെയാണോടാ ആ പെൺകൊച്ചിന്റെ അച്ഛൻ? ആഗ്രഹം ഉണ്ടായിട്ട് എന്താ കാര്യം? താൻ എന്നെ സ്കെച്ച് ചെയ്ത് ഇവിടെ കൊണ്ടിട്ടേക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പോകാനാ? ഒരൊറ്റ കാര്യം മാത്രം നീ പറഞ്ഞാ മതി. നിനക്ക് നിന്റെ മകളുടെ കല്യാണം ഭംഗിയായി നടത്താം. ഒരാളും നിന്നെ തടയില്ല. പക്ഷേ നീ പറയണം, ഗോപാലകൃഷ്ണന് വേണ്ടി നീ എന്റെ മകന്റെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന്. എവിടെയാ നീയൊക്കെ കൂടെ ചേർന്ന് എന്റെ മകനെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന്. അത് പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. പറഞ്ഞില്ലെങ്കിൽ അതുപോലെ നിന്നെയും ഞങ്ങൾ ഇവിടെ കൊന്നു കുഴിച്ചു മൂടും. തന്തയായ നിനക്ക് ആ കല്യാണം കൂടാൻ യോഗമുണ്ടാവില്ല എന്ന് മാത്രമല്ല, തന്ത ചത്ത പെലയാണെങ്കിൽ മോളുടെ കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഈ രാത്രി മുഴുവൻ നിനക്ക് ആലോചിക്കാൻ സമയമുണ്ട്. നന്നായി ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനത്തിലെത്ത്.
പെട്ടുമരണം വിളിച്ചു വാങ്ങി സ്വന്തം മകളുടെ കല്യാണം മുടക്കണോന്ന്. ഇനി ഞാൻ വരുമ്പോൾ ഒരു വ്യക്തമായ മറുപടി എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായോടാ? കാവലിരുന്നോളണം ഈ പട്ടിക്ക്. രക്ഷപ്പെട്ടു പോകരുത് ഇവൻ. യാ, ഉള്ള സത്യം പറഞ്ഞ് മകളുടെ കല്യാണം കൂടാൻ നോക്ക്. ചീട്ടുണ്ടോ നിന്റെയൊക്കെ കയ്യില്? ഒരു കൈ ഇരുന്നാലോ? വെറും പാഴാണല്ലോടാ. കഷ്ടം. വേലായുധനോടാ കളി. മുറിച്ചിട്ടോ മുറി കൂടുന്നവനാ ഈ വേലായുധൻ. വേണോടാ? വേണമെങ്കിൽ പോയി എടുത്തോ.